പ്രതിപക്ഷ എതിർപ്പിനെ അവഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണ ബിൽ JPCക്ക് വിട്ടു. IIT, IIM എന്നിവ അടക്കം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന് കീഴിൽ കൊണ്ടുവരുന്ന ബില്ലാണ് അവതരിപ്പിച്ചത്. ആണവ ഭേദഗതി ബില്ലും ഇന്ന് അവതരിപ്പിക്കും. അതേസമയം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, എന്തൊക്കെയാണ് സഭയിൽ? ദിവിഷ, പ്രധാനപ്പെട്ട ചില ബില്ലുകളാണ് ഇന്ന് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. അതിൽ 2 ബില്ലുകൾ ഇപ്പോൾ അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണ ബില്ലും അതോടൊപ്പം തന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്ന സിവിൽ ലയബിലിറ്റി ന്യൂക്ലിയർ ബില്ലിൽ ഭേദഗതി വരുത്തുന്നതുമാണ് ഇപ്പോൾ 2 ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ IIT, IIM അടക്കമുള്ള പ്രധാന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന് കീഴിൽ കൊണ്ടുവരുന്ന ബില്ല് ഇപ്പോൾ JPCയുടെ പരിശോധനയ്ക്ക് വിടാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. സിവിൽ ബില്ല്, ആണവ ബില്ല് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഈ 2 ബില്ലുകളും അവതരിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷം പ്രമേയങ്ങൾ നൽകിയിരുന്നെങ്കിലും അവയെല്ലാം ശബ്ദ വോട്ടോടെ തള്ളിക്കളഞ്ഞാണ് 2 ബില്ലുകളും അവതരിപ്പിച്ചത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ്. പേര് മാത്രമല്ല, ഇതിൽ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതകൾ കൈമാറുന്നത് കൂടിയാണ് ഈ ബില്ലിലുള്ളത്. പേര് വികസിത് ഭാരത് ഗ്രാമീണ പദ്ധതി എന്നുള്ളതാണ്. GBG റാം എന്നുള്ള പേരിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് മാറ്റത്തെ എതിർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പേര് മാറ്റം മാത്രമല്ല ഇതിലൂടെ കടത്തിക്കൊണ്ടുവരുന്നത്, ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് ജോൺ ബ്രിട്ടാസും വ്യക്തമാക്കി.